വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെയൊക്കെ ഡേറ്റ് ഇങ്ങ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ചുരുങ്ങിയത് ഒരു 90 ദിവസം ഒക്കെ എക്സാമിനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഫിസിക്സിൻ്റെ ടോപ്പിക്കിലെ ചില വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, ഡയറക്റ്റ് ഇക്വേഷൻസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പം നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു അസേർഷനും റീസണിങ്ങും ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ നമ്മുടെ ഫിസിക്സിന്റെ സെറ്റിന് ഈ ഒരു രീതിയിലുള്ള ചോദ്യം കാണാത്തതാണ്. അപ്പം നമുക്ക് നോക്കാം. ദ eigen functions ആർ ഓൾ ഈവൻ. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നാണ് ചോദ്യം. അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ദ പാരിറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ ഓൾട്ടർനേറ്റ് വിത്ത് ഈച്ച് ഇൻക്രീസിങ് എനർജി ലെവലാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ eigen ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ലെവല് കൂടും തോറും ഓടും ഈവനുമായിട്ട് മാറിപ്പോകും. അപ്പം നമുക്ക് അസേർഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. നോക്കിക്കേ, റീസൺ നോക്കിക്കേ, ദ പാരിറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ ഓൾട്ടർനേറ്റ്സ് വിത്ത് ഈച്ച് ഇൻക്രീസിങ് എനർജി ലെവൽ എന്നാണ്. അപ്പം റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഓൾട്ടർനേറ്റ് ചെയ്യുകയാണ്, പക്ഷെ അതിൻ്റെ അസേർഷനോ അത് തെറ്റാണ്. അപ്പം നമുക്ക് വരേണ്ടത് സ്റ്റേറ്റ്മെന്റ് എയും ബി ആറുമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ബോത്ത് എ ആൻഡ് ആർ ട്രൂ എന്നുള്ളത് തെറ്റാണ്. ഇനി ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ, അതും തെറ്റാണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്, അതും തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എ ഈസ് ഫോൾസ് ആൻഡ് ബട്ട് ആർ ഈസ് ട്രൂ. അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പറ്റുന്നതാണ് അതിൻ്റെ കണ്ടന്റ് നമുക്ക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മിസ് ഔട്ട് ആക്കാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഏരിയയാണ് പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സും അതെ, ക്ലാസിക്കൽ മെക്കാനിക്സും അതെ, നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇക്വേഷൻസിലേക്കായിരിക്കും. പക്ഷെ അവിടെ ഒന്ന് തിരിച്ചു ചിന്തിക്കണം. നിങ്ങളുടെ കയ്യിൽ ഉപാധ്യായയുടെയും അതുപോലെ തന്നെ അരുൾദാസ് സാറിൻ്റെയൊക്കെ ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം സെറ്റ് എക്സാമിനായിട്ട് പോകേണ്ടത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അടുത്തത് സെൻട്രൽ ഫീൽഡിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ, സെൻട്രൽ force field has spherical symmetry if force is along the distance from the fixed center ആണ്. ഓപ്ഷൻ ബിയിൽ വരുന്നത് ആംഗിൾ കോർഡിനേറ്റ് ഈസ് സൈക്ലിക് എന്നാണ് അല്ലേ. അത് സെൻട്രൽ ഫീൽഡിനെ സംബന്ധിച്ച് വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ എയും ബിയും, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, ഓർബിറ്റൽ പ്ലെയിൻ ഈസ് പാരലൽ ടു ദി ഫിക്സ്ഡ് ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഓപ്ഷൻ ഡിയിൽ ആംഗുലർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ആണ്. നമുക്കറിയാം സെൻട്രൽ ഫീൽഡിൽ ആംഗുലർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ആണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ നമുക്ക് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സിയിൽ വരുന്നത്? ഈ പാരലലിന് പകരം ഇത് പെർപെൻഡിക്കുലർ ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു തന്നെ. പക്ഷെ ഇവിടെ ഇപ്പം ആൻസർ സി ആണ് വരുന്നത്. അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ സെൻട്രൽ ഫീൽഡിന്റെ ഫീച്ചറിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതും സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ്. സാധാരണഗതിയിൽ അവിടെ അവിടെ സെൻട്രൽ ഫീൽഡിന്റെ ഇക്വേഷൻസ്, ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഹാമിൽട്ടൺ ജേക്കബി ഇക്വേഷൻ ഒക്കെയാണ് ആ മേഖലയിൽ നിന്ന് സാധാരണഗതിയിൽ ചോദിക്കാറ്. പക്ഷെ ഇവിടെ അതിന്റെ ഫീച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ദ ട്രാൻസിഷൻ റേറ്റ് ബിറ്റ്വീൻ eigen state ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ. 4 റൂൾ ഉണ്ട്. ഒന്ന് ഹർഡീൻ-ഫോക്ക് ഇക്വേഷൻ ആണ്, അതുപോലെ തന്നെ ഫെർമി ഗോൾഡൻ റൂൾ ആണ്, അതുപോലെ ഒപ്റ്റിക്കൽ തിയറം ആണ്, അടുത്തത് കണക്ഷൻ ഫോർമുലയാണ്. കണക്ഷൻ ഫോർമുലയിൽ നിന്ന് പെട്ടെന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാകണം എന്നില്ല. WKB അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് ഈ കണക്ഷൻ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി നോക്കിക്കേ, ഹർഡി-ഫോക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഫംഗ്ഷനുമായിട്ട് അതിൻ്റെ ഒരു ഡിറ്റർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹർഡി-ഫോക്ക് ഇക്വേഷൻ കിടക്കുന്നത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ അല്ല, മറിച്ച് സ്റ്റേഷനറി സ്റ്റേറ്റിനെയാണ് അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ഫെർമി ഗോൾഡൻ റൂളോ? ഫെർമി ഗോൾഡൻ റൂൾ നമ്മൾ പറഞ്ഞ പോലെ ട്രാൻസിഷൻ റേറ്റ് ആണ്, eigen സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ റേറ്റ് ആണ് അവിടെ നമുക്ക് ഫെർമി ഗോൾഡൻ റൂൾ വഴി നമുക്ക് സാധ്യമാകുന്നത്. ഇനി ഒപ്റ്റിക്കൽ തിയറമോ? ഒപ്റ്റിക്കൽ തിയറം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒപ്റ്റിക്കൽ തിയറം എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ്ങിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഫെർമി ഗോൾഡൻ റൂൾ ആണ്
നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ എന്താണ് ഏഗൻ സ്റ്റേറ്റ്, ട്രാൻസിഷൻ ബിറ്റ്വീൻ ഏഗൻ സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അത് ഫെർമി ഗോൾഡൻ റൂൾ ആണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ നേച്ചർ കണ്ടോ, നമ്മൾ സത്യം പറഞ്ഞാൽ ഒപ്റ്റിക്കൽ തിയറത്തിന്റെയും ഫെർമി ഗോൾഡൻ റൂളിന്റെയും എല്ലാം ഇക്വേഷൻ പഠിച്ചിട്ട് പോകും. പക്ഷെ ആ ഇക്വേഷൻ അവിടെ നടക്കുന്ന കാര്യം എന്താണെന്നും കൂടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അത് സ്പെക്ട്രോസ്കോപ്പിയിലും അതുപോലെ തന്നെ എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സിലും ഒക്കെ കുറച്ചധികം റൂളുകൾ വരുന്നുണ്ട്. ആ റൂളുകളെല്ലാം തന്നെ എന്തിനു വേണ്ടി, അതോടൊപ്പം തന്നെ അതിന്റെ ഇക്വേഷൻസും പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അഗെയിൻ ഫ്രം ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇവിടെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ എന്താണ് തെറ്റാനും വളരെ അധികം പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റം സ്പേസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റം സ്പേസ് എന്താണ്? പൊസിഷൻ ഓപ്പറേറ്റർ ആണ്. ഇപ്പൊ പൊസിഷൻ ഓപ്പറേറ്റർ പൊസിഷൻ സ്പേസ് ആണെങ്കിൽ നമുക്ക് ഇതാണ് ആൻസർ, സി ആണ് വന്നേന്. പക്ഷെ എന്താണ് അത് മൊമെന്റം സ്പേസിലേക്ക് പോകുമ്പം എന്തായിട്ട് മാറും? ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ പി ആണ്. പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ പി ആണ്. ഇനി ശ്രദ്ധിച്ചോണം, ഇതേ ഈ മൊമെന്റം സ്പേസിലുള്ള മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പി ഡാഷ് ആണ്. സിമിലർലി എന്താണ് അവിടുത്തെ പൊസിഷൻ ഓപ്പറേറ്റർ, നമ്മുടെ പൊസിഷൻ സ്പേസിലെ മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ആണ് പൊസിഷൻ സ്പേസിലെ മൊമെന്റം ഓപ്പറേറ്റർ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം അടുത്ത ഒരു മേഖല ക്വാണ്ടം മെക്കാനിക്സിൽ എന്ന് പറഞ്ഞാൽ അവിടെ എനർജി ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മൊമെന്റം ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ പൊസിഷൻ ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്ക്രോഡിംഗർ ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ടൈം ഡിപ്പെൻഡന്റും ഉണ്ട്, ടൈം ഇൻഡിപെൻഡന്റും ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സാധാരണഗതിയിൽ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ അവിടെ കിടപ്പുണ്ട്, സോളിഡ് സ്റ്റേറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തി എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ SHM എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന്. അപ്പോൾ നോക്കിക്കേ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവ്സ് ഇൻ എ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ. അവിടെ പൊട്ടൻഷ്യൽ V of x = kx² എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി അറ്റ് ടൈം t0 the particle starts from rest at x = a. If a is the amplitude, then the time period for the bounded motion ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ +2 തൊട്ട് പഠിക്കുന്നതാണ് ടൈം പീരീഡ്. വാട്ട് ഈസ് ടൈം പീരീഡ്? ടൈം പീരീഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? ടൈം പീരീഡ് എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആണെങ്കിൽ പോലും ടൈം പീരീഡ് = 2π√L/g ആണ്. എവിടെയും ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. ഇനി ഇത് എന്താണ്, സ്പ്രിങ്ങിന്റെ കേസ് ആണെങ്കിൽ അത് √k/m ആണ് അല്ലെ, 2π√k/m ആണെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്, ടൈം പീരീഡുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണെന്നറിയാം. അതാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നെന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്താണ്, ഒരു വെക്റ്റർ കുറച്ച് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ സോളിനോയിഡൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളിനോയിഡലാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സോളിനോയിഡലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് സോളിനോയിഡലിന്റെ ജസ്റ്റ് കണ്ടീഷൻ മാത്രം മതി. ഡെൽ ഡോട്ട് എ അഥവാ എന്താണ്, ഡൈവ് എ = 0 ആണ് എന്ത്, സോളിനോയിഡലിന്റെ കണ്ടീഷൻ. അതേസമയം ഡെൽ ക്രോസ് എ = 0 വരുന്നത് എന്താണ്, ഇറൊട്ടേഷണലിന്റെ ആണ്. അതായത് ഇവിടെ എന്താണ്, കേൾ എ = 0 ആണ്. അതേസമയം ഇവിടെ എന്താണ്, അത് ഡൈവ് എ = 0 ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടീഷൻസ്
ഒരുപാട് കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുമ്പം അതൊരു +2 ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ +2 നമുക്ക് അറിയാം റൊട്ടേഷണൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ അധികം എന്താണ് ഇക്വേഷൻസ് mr²/2 mr²/5 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെല്ലാം തന്നെ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ അതേ ഭാഗത്തു നിന്ന് തന്നെ ചോദിക്കാവുന്ന മറ്റൊരു കേസാണ് നമ്മളുടെ പ്രൊജക്ടൈൽ മോഷൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, മാക്സിമം ഹൈറ്റ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിക്കാറായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. അതുപോലെ തന്നെ +2 ടെക്സ്റ്റ് വെച്ച് വരുമ്പോഴാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ=h/p വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ p², അതുപോലെ കൈനറ്റിക് എനർജി p²/2m എന്നൊക്കെ പറയുന്ന റിലേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ +2 ലെവലിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഇവിടെ നോക്കിക്കോണം, എന്താണ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ 20 and 40 റെസ്പെക്റ്റീവ്ലി, ഗെറ്റ് ദി ബൈനോമിയൽ എക്സ്പ്രഷൻ ആണ്. ഇത് ഇച്ചിരി എന്താണ് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥയെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോണം, നമുക്ക് വേണ്ടത് എന്താണ്, ബൈനോമിയൽ എക്സ്പ്രഷൻ ആണ്. ഇവിടെ ഓപ്ഷൻ നോക്കിക്കേ, ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ 1 + 5 + 1/5 + 4/5 റേസ് ടു 25 ആണ്. അതുപോലെ തന്നെ എന്താണ്, അതേ കാര്യം തന്നെയാണ് എവിടെ കിടക്കുന്നത്, അത് നേരെ തിരിച്ചിട്ടാണ് ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത്. ഓപ്ഷൻ സിയിൽ നൺ ഓഫ് ദീസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോർമൽ നമ്മൾ ബൈനോമിയൽ എക്സ്പ്രഷൻ വരുമ്പോൾ p + q റേസ് ടു n എന്ന് പറയുന്ന ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം എന്താണ്, ഇവിടെ p എന്താണ് 1/4 ആകാം, 1/5 ആകാം. അതുപോലെ തന്നെ എന്താണ് q എന്താണ്, അത് 4/5 ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ടതെന്ന് പറയുന്നത് np എന്നുള്ളത്, ഇവിടുത്തെ n × p എന്നുള്ളത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ പറയുന്നതാണ് n × p, മീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് n × p. n × p എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇനി p എന്തെങ്കിലും ആട്ടെ, 4/5 ആയിക്കോട്ടെ, അത് 1/5 ആയിക്കോട്ടെ, ഞാനിപ്പോൾ p-നെ എന്ത് ചെയ്യുവാണ്, x/5 എന്ന് എടുക്കുകയാണ്. n × x/5 കാണുമ്പോൾ, n × x/5 കാണുമ്പോൾ നമുക്ക് എന്താണ്, n × n = 100 എന്ന് കിട്ടും. n × x/5 കാണുമ്പോൾ അവിടെ ഞാൻ p എന്തും ആകാം, 4/5 ആകാം, 1/5 എന്തും ആകാം. അവിടെ എന്താണ്, ന്യൂമറേറ്ററിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ഡിനോമിനേറ്റർ മാത്രം മതി. കാരണം എല്ലായിടത്തും ഡിനോമിനേറ്റർ സെയിം ആണ്, പിന്നെ നമുക്ക് അവിടെ പ്രശ്നം വരുന്നില്ല. അപ്പം n 100 ആകുമ്പം ഓപ്ഷൻ സി ആണ് നമുക്ക് 1/5 + 4/5 ആണ് ആൻസർ വരുന്നത്. ഇതൊരു സിമ്പിൾ മെത്തേഡ് ആണ്. പക്ഷേ ഇത് നമ്മൾ +2 പഠിച്ചിട്ടുള്ളവരാണ്, നമുക്ക് പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി കുറച്ച് എന്താണ് ഒരു 4-5 സ്റ്റെപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത് കുറച്ചും കൂടെ എളുപ്പം. ഈ ഒരു കാര്യം ഓർത്താൽ മതി, മീൻ എന്ന് പറയുന്നത് NP ആണ്. അപ്പം മീൻ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇത് തെർമോഡൈനാമിക്സിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, TDS ഇക്വേഷൻ ആണ്. നമുക്കറിയാം ഇതൊരു സത്യം പറയാൻ ഇതൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ ഡിഗ്രിക്ക് 5th സെമ്മിലാണെന്ന് തോന്നുന്നു എന്ത് ചെയ്യുന്നുണ്ട്, തെർമോഡൈനാമിക്സിലെ മാക്സ്വെൽസ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ പരമാവധി ഇക്വേഷൻസും കാര്യങ്ങളും തെർമോഡൈനാമിക് ഫംഗ്ഷനും പൊട്ടൻഷ്യലും എല്ലാം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. നമുക്കറിയാം TDS ഇക്വേഷൻ എന്ന് പറയുന്നത് 2 TDS ഇക്വേഷനേ ഉള്ളൂ. ഒന്ന് എന്താണ്, CPയുടെ ടേംസിൽ വരും. CPയുടെ ടേംസിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. TDS = CP dt - T dV/dt P dP ആണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അത് CVയുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല.
സിവിയുടെ കേസിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പം അത് എന്തുവാ, ഇത് ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള TDS ഇക്വേഷൻ എന്ന കാര്യം നോക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ശരിക്കും ഇത് എവിടെ നിന്നാണ്, നമുക്ക് തെർമോഡൈനാമിക്സിൽ നിന്നാണെന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പാർട്ടിക്കിൾസ് പഠിക്കാനുണ്ട്, എലമെന്ററി പാർട്ടിക്കിൾസ്, അവിടെ നിന്ന് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദ്യം നോക്കിക്കേ, ഇവിടെ പ്രോട്ടോണിനെ കുറിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോൺ ഫെർമിയോൺസ് ആണോ അതോ ബോസോൺസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. പ്രോട്ടോൺ എന്താണ്, ഫെർമിയോൺസ് ആണ്. അപ്പോൾ ഫെർമിയോൺസ് ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് വരിക. 1 ഡിവൈഡഡ് ബൈ എക്സ്പോണൻഷ്യൽ ബീറ്റ ഇൻറ്റു എനർജി മൈനസ് കെമിക്കൽ പൊട്ടൻഷ്യൽ പ്ലസ് 1 ആണ്. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, എന്താണ്, ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെയും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെയും പ്രോഡക്റ്റ് ആണ്. മറ്റേത് ഇത് എനർജിയുടെ സിമ്പിളാണ്, എനർജി ഏഗൻ സ്റ്റേറ്റ് കാണിക്കുന്നതാണ്. മറ്റേത് കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇത് +1 ആണെങ്കിൽ എന്താണ്, അത് ഫെർമിയോൺസ് ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഫെർമിയോൺസ് ആണ് നമ്മുടെ പ്രോട്ടോണും അതുപോലെ തന്നെ ഇലക്ട്രോൺ ഒക്കെ വരുന്നത് ഫെർമിയോൺസിലാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഡ്യൂട്രോൺ വരുന്നത് ബോസോണിലാണ് ഡ്യൂട്രോൺ വരുന്നത്. ഇതേ സാധനം എന്താണ്, ഇവിടെ മൈനസ് ആണെങ്കിൽ എന്താണ്, അത് വരുന്നത് ബോസോണിന്റെ കേസാണ് വരുന്നത്. ഡ്യൂട്രോൺ ഒരു ബോസോൺ ആണ് എന്ന കാര്യം ഓർക്കുക. ഡ്യൂട്രോൺ ആകുമ്പോൾ, ബോസോൺ ആകുമ്പോൾ അതെന്താണ്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. ഇവിടെ ഫെർമിയോൺ ആകുമ്പം അത് എന്താണ്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ KT മൈനസ് കാണിക്കുകയാണെങ്കിൽ എന്താണ്, ക്ലാസിക്കൽ പാർട്ടിക്കിളിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്ലാസിക്കൽ പാർട്ടിക്കിളിന്റെ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്ന. ഏകദേശം ഇത് കുറച്ച് മോഡൽസ് ആണ്, ഇനിയും കുറേ അധികം മോഡൽസ് ഉണ്ട് നമുക്ക്. അപ്പം അതെന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഉള്ള വീഡിയോ എപ്പിസോഡുകളിൽ നമുക്കത് പരിചയപ്പെടാം. അപ്പം ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമുക്ക് സെറ്റിൻ്റെ എക്സാം ഇനിയിപ്പം ഏകദേശം ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് സെറ്റിൻ്റെ എക്സാം നിലവിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ സ്റ്റേറ്റിൽ ഒരു റീസ്ട്രക്ചറിങ് സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും എന്താണ്, ഏറ്റവും കൂടുതൽ യോഗ്യത കരസ്ഥമാക്കി വെക്കുക എന്നത് തന്നെയാണ് നമുക്ക് ആശങ്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ. അപ്പം സെറ്റിന് ജാനുവരിയിൽ നടക്കാൻ പോകുന്ന 26 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടി നമ്മളൊരു 90 ഡേയ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെയുള്ള കോണ്ടന്റ് വീഡിയോസ്, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാൻ ആഗ്രഹമുള്ളവർ, അത് ജനറൽ പേപ്പറിൻ്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ സബ്ജക്ട് പേപ്പറിൻ്റെ ആയിക്കോട്ടെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, എന്താണേലും ശരി, അപ്പോൾ അത് കാണാനൊക്കെ ആഗ്രഹമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്